കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പിണറായി സർക്കാരും മറ്റ് ഇടത് ജിഹാദികളും കുറച്ചു നാളുകളായി സുരേഷ് ഗോപിയുടെ പുറകെയായിരുന്നു. അത് നാം കണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ പല കേസുകൾ ഉൾപ്പെടെ ചുമത്തി അദ്ദേഹത്തെ അകത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. കേരള പോലീസ് അതിന് കുടപിടിക്കുന്ന രീതിയും നാം കണ്ടിട്ടുണ്ട്. പിന്നീട് സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് ഒരു മാധ്യമ പ്രവർത്തക തന്നെ പരസ്യമായി രംഗത്ത് വന്ന് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നത് നാം കണ്ടില്ലേ. ഇപ്പോൾ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെയാണ് മാധ്യമങ്ങളും കേരള പോലീസും ലക്ഷ്യമിട്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെയെങ്കിലും ഒതുക്കുക. അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയില്ല, അദ്ദേഹം മുതലാളിയാണ്, അദ്ദേഹം തൊഴിലാളികളായി ബി ജെ പിക്കാരെ കാണുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളുമായി ഇത്തരം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും രംഗത്ത് വന്നെങ്കിൽ അദ്ദേഹം പിന്നോട്ട് പോയില്ല. അദ്ദേഹം കൃത്യമായി തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. കേരളത്തെ വിവിധ ജില്ലകളായി തിരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിരന്തരം കമ്മിറ്റികൾ കൂടുന്നു. BJP നിരന്തരം സമരത്തിൽ ഏർപ്പെടുന്നു. കൃത്യമായി തന്നെ BJP വലിയ വിഭാഗീയത കാണാൻ കഴിയുന്നില്ല. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാജീവിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ സജീവമായി ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ 2 ദിവസം മുൻപ് തന്നെ ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിനോട് പെരുമാറുന്നത് നാം കണ്ടില്ലേ. അദ്ദേഹം അതിന് ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ട സമയത്താണ് ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങളുമായി രാജീവ് ചന്ദ്രശേഖരനെ ആ മാധ്യമ പ്രവർത്തക സമീപിക്കുകയും അദ്ദേഹത്തിന് ഏത് ചാനലാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ കൃത്യമായി. നമുക്കറിയാമല്ലോ, ഇത്രയും ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ന്യൂസ് ചാനലുകളുടെ ഒരു സാന്ദ്രത കൂടുതൽ നമ്മുടെ സംസ്ഥാനമാണ്. കാരണം ചെറിയ ഒരു ജനവിഭാഗം മാത്രമാണല്ലോ കേരളത്തിലുള്ളത്. ആ ചെറിയ വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്രയും 10ലധികം സാറ്റലൈറ്റ് ചാനലുകൾ, പിന്നീട് യൂട്യൂബ് ചാനലുകൾ, അങ്ങനെ പലതരം മാധ്യമങ്ങൾ ഉള്ളത്. ആ ചാനലുകൾക്കിടയിൽ നിന്നാണ് ഈ കൈരളി നുഴഞ്ഞു കയറിയ ചോദ്യവുമായി രംഗത്ത് വന്നത്. അപ്പോൾ തന്നെ അതിന്റെ കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടക്കുന്ന പോലീസിന്റെ നീക്കമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് തേടി പോലീസ്. എന്തുകൊണ്ട് ഇപ്പോൾ തെളിവ് തേടി ഇറങ്ങുന്നു? അദ്ദേഹം പ്രസിഡന്റായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ സംഭവം നടന്നിട്ട് തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്ന സംഭവം കളമശ്ശേരിയിലെ ഒരു കേസാണ്. നമുക്കറിയാം, ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാണ് ആ കേസ്. മതസ്പർദ്ധ ഉണ്ടാക്കി ആ രീതിയിലുള്ള കുറ്റങ്ങളെല്ലാം ചുമത്തിയാണ് കേസെടുത്തത്. ഇത് വർഷങ്ങൾ കഴിഞ്ഞ സംഭവമല്ലേ. ഇപ്പോഴാണ് തെളിവ് തേടി എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ കേരള പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായി ഇന്റർപോളിനെ സമീപിക്കാൻ ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകി. എപ്പോഴാണ്? ഈ കാലഘട്ടത്തിൽ. എന്തായാലും ക്രൈംബ്രാഞ്ച് IG കേരളത്തിലെ ഇന്റർപോളിന്റെ നോഡൽ ഓഫീസറെ കണ്ടു വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനം. ഇതിലൂടെ തന്നെ വ്യക്തമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ കാണിക്കുമെന്ന ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്ഭുതങ്ങൾ കാണിക്കുമെന്നല്ല, കാണിച്ചു കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരിലെയും കാസർഗോഡെയും പാർട്ടി ഗ്രാമങ്ങളിലടക്കം BJP മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ. ആറ്റിങ്ങലും ആലപ്പുഴയിലും ഉണ്ടാക്കിയില്ലേ. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലേ. തിരുവനന്തപുരത്ത് വോട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ മുന്നേറ്റം തുടർച്ചയായി തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടെത്തിക്കാൻ രാജീവിന് കഴിയുമെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട്. രാജീവിന്റെ നേതൃത്വത്തിനെതിരെ ആദ്യം വിഭാഗീയത ഉണ്ട് എന്ന രീതിയിൽ പല മാധ്യമങ്ങളും കുത്തിത്തിരിപ്പുകളുമായി രംഗത്ത് വന്നെങ്കിലും അങ്ങനെയൊന്നും അവസാന ഘട്ടത്തിൽ കണ്ടില്ല. കൃത്യമായി തന്നെ BJPയിൽ ഒരു ഐക്യം ഉണ്ടാവുകയാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് DYFIയുടെ മാർച്ച് നടത്തുകയും പിന്നീട് ആക്രമണം ഉണ്ടാകുകയും ചെയ്തല്ലോ. അന്ന് ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങുന്നത് നാം കണ്ടിട്ടില്ലേ. പിന്നീട് സുരേഷ് ഗോപി കൃത്യമായി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ. പാലക്കാട് വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടെന്ന് പറഞ്ഞ് അവർ ചൂണ്ടിക്കാട്ടി. പിന്നീട് VD സതീശൻ ആറ്റം ബോംബുമായി വന്നു. അദ്ദേഹത്തിന്റെ ബോംബ് ചിതറിപ്പോയില്ലേ.
അങ്ങനെ കൃത്യമായി തന്നെ ഓരോ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ BJP വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചപ്പോൾ രാജീവിന്റെ നേതൃത്വത്തിൽ അത് കൃത്യമായി പ്രതിരോധിച്ചില്ലേ. അനൂപ് ആന്റണി, ഷോൺ ജോർജ് ഛത്തീസ്ഗഡിൽ ഓടിയെത്തി കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അവസാന ഘട്ടത്തിൽ അവർ നന്ദി പറയാൻ വന്നത് രാജീവിന് സമീപമല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയുന്നുണ്ട്. എല്ലാ പ്രതിരോധിക്കേണ്ട വിഷയങ്ങളെ പ്രതിരോധിച്ചും തിരിച്ചടിക്കേണ്ട വിഷയങ്ങളെ തിരിച്ചടിച്ചും BJPക്ക് കൃത്യമായി ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ രാജീവിന് കഴിഞ്ഞു എന്നത് കൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഈ നീക്കം. രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞ് പിണറായി സർക്കാർ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ അവരെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ആദ്യം ജയിലിൽ അടച്ചത് കെ സുരേന്ദ്രനെയായിരുന്നു. കെ സുരേന്ദ്രന്റെ കാലത്തിലെ BJPയിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ലേ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന ഖ്യാതി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ലേ. പിന്നെ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അദ്ദേഹം തുലച്ചു. അതിവേഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടം കേരള രാഷ്ട്രീയത്തിലേക്ക് വളർന്നു കയറിയത്. അത് പിണറായി വിജയൻ നൽകിയ സംഭാവനയില്ലേ. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് പിടികൂടിയ ബലമായല്ലേ അദ്ദേഹത്തിന് പാലക്കാട് ഉൾപ്പെടെ മത്സരിക്കാനുള്ള അവസരം ലഭിച്ചത്. പക്ഷെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇക്ലി സ്വഭാവം, കയ്യിലിരിപ്പ്, അതുകൊണ്ടാണ് അന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് ഇപ്പോൾ മുറിയിൽ അടച്ചു ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിൽ വന്നത്. അതിപ്പോ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ. അദ്ദേഹം സ്വയം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് തന്നെയായിരുന്നു അവിടുത്തെ ബുദ്ധിമുട്ട്. അതുപോലെ പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖരനെയും ലക്ഷ്യമിടുന്നത് എന്തായാലും രാജീവിനാണ് ഭാഗ്യം തുണയ്ക്കാനുള്ള സാധ്യത കാണുന്നത്. അദ്ദേഹം എല്ലായിടങ്ങളിലും വിജയം കൊയ്യുന്ന ഒരു നേതാവാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇനി പിണറായിയുടെ അനുഗ്രഹം മൂലം അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു MLA സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് അദ്ദേഹം നേമത്ത് മത്സരിക്കുമെന്നാണ്. 2016 തിരഞ്ഞെടുപ്പിൽ അവിടെ BJP വിജയിച്ച സീറ്റാണ്. BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള സീറ്റാണ്, കൗൺസിലർമാരുള്ള സീറ്റാണ്. അങ്ങനെ സംഘടനാപരമായി വലിയ ശക്തിയുള്ള ഒരു സീറ്റാണ്. ആ സീറ്റിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായി തന്നെ വിജയിക്കാൻ കഴിയും. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 2021 എന്തുകൊണ്ട് BJP അവിടെ പരാജയപ്പെട്ടു എന്നത്. അതിനൊറ്റ ഉത്തരമുള്ള മുരളീധരൻ ഇനി ആ ഏരിയയിലേക്ക് തന്നെ വരില്ല, അത് ഉറപ്പാണ്. കാരണം അവിടെ വലിയ രീതിയിൽ തന്നെ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ, അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ബേസായി ലഭിക്കുന്ന വോട്ടുകൾ ഒരു 25,000-30,000 വോട്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ മണ്ഡലത്തിലുള്ളത്. പിന്നീട് വ്യക്തിപരമായ വോട്ടും ഇമേജും വർദ്ധിപ്പിച്ചാണ് അവിടെ 30,000-40,000 കോൺഗ്രസിന് ലഭിക്കുന്നത്. അത് നാം ശശി തരൂരിന്റെ വോട്ട് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും, മുരളീധരന്റെ വോട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മുരളീധരൻ കാരണം വിജയിച്ചതാണ്, അല്ലാതെ ശിവൻകുട്ടി ആണ് അവിടെ പൂട്ടിച്ചതെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ശിവൻകുട്ടിയല്ല പൂട്ടിച്ചത്. കാരണം ശിവൻകുട്ടി എത്ര 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണോ വിജയിച്ചത്? അല്ലല്ലോ, ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലല്ലേ വിജയിച്ചിരിക്കുന്നത്. ആ വോട്ടുകൾ BJPയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ ഇനി എന്തായാലും കോൺഗ്രസിന് ഒരു മികച്ച സ്ഥാനാർത്ഥി ഉറപ്പായി തന്നെ നേമത്ത് വരാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നേമത്ത് BJPയുടെ വിജയം ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ MLA ആയി വരാനുള്ള സാധ്യതയും കൂടുതലാണ്.